ഇതൊരു സംഘർഷ വാർത്തയിലേക്കാണ്. വയനാട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷമുണ്ടായി. ദേശീയപാതയിൽ മീനങ്ങാടിക്കടുത്ത് കാക്കവയലാണ് ഇന്നലെയായിരുന്നു ഈ സംഭവം. ആ ദൃശ്യങ്ങൾ റോളക്സ് എന്ന ബസ്സിലെ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ലഭിച്ചത്. എടുത്തിട്ട് അങ്ങോട്ടുള്ള കാര്യം നല്ലോണം പറയാം. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ഈ സമയത്തിന്റെ പേരിലുള്ള പോരൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്. അങ്ങനെയാണോ ഈ തർക്കവും, അതോ മറ്റെന്തെങ്കിലും വിഷയമാണോ? അത്തരത്തിലുള്ള ഒരു തർക്കം തന്നെയാണ്. അതായത് ഈ കാക്കവയൽ ജംഗ്ഷനിലേക്ക് ഒരു ബൈ റൂട്ടിലൂടെ വരുന്ന ബസ്സാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ബസ് ആ സ്റ്റോപ്പിലേക്ക് റിവേഴ്സ് വെച്ചു. റൂട്ട് വയലേഷൻ എന്നാണ് മറ്റ് മുന്നിലുള്ള ബസ്സിലെ ജീവനക്കാർ ആരോപിക്കുന്നത്. പക്ഷേ ഈ ബസ്സുകൾ തമ്മിൽ ഉരസി അത് മനഃപൂർവ്വം, ഈ റോളക്സ് എന്ന ബസ്, നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്ന റോളക്സ് എന്ന ബസ്സിലെ ഡ്രൈവർ മനഃപൂർവ്വം മറ്റേ വണ്ടിയിൽ തട്ടിക്കുകയായിരുന്നു എന്ന് ആരോപിച്ചാണ് ഈ മർദ്ദനം നടക്കുന്നത്. പക്ഷേ റോളക്സിലെ ജീവനക്കാർ പറയുന്നത് മറ്റേ ബസ്സിലെ ഡ്രൈവർ വലത്തോട്ട് കൂട്ടിയെടുത്ത് മനഃപൂർവ്വം ഇടിച്ചതാണെന്നാണ്. അത്തരത്തിൽ പരസ്പരമുള്ള ആരോപണങ്ങളാണ്. എന്തായാലും ഈ മർദ്ദനം ഏൽക്കുന്നത് റോളക്സ് എന്ന ബസ്സിലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കുമാണ്. മർദ്ദിക്കുന്നത് മറ്റേ ബസ്സിലെ ജീവനക്കാരാണ് എന്നാണ് പറയുന്നത്. എന്തായാലും മീനങ്ങാടി പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണ്. ബസ് ജീവനക്കാർ ആദ്യം കൽപ്പറ്റ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം. ഇന്നലെ വൈകിട്ട് ദേശീയപാതയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. കൂട്ടയടിയായിരുന്നു. നല്ലപോലെ മർദ്ദനമേറ്റു എന്നതാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. റോളക്സ് എന്ന ബസ്സിലെ കണ്ടക്ടർക്കും ഡ്രൈവർക്കുമാണ് മർദ്ദനമേറ്റു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണ്. ആരാണ് ശരിക്കും വരച്ചതെന്ന് രണ്ടിലെ യാത്രക്കാർക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സമയത്തിന്റെ പേരിലുള്ള ഇത്തരം തർക്കങ്ങൾ പലപ്പോഴും സ്വകാര്യ ബസ് മേഖലയിൽ ഉള്ളതാണ്.